ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവവചനവുമായി ആയിരിക്കാൻ ദൈവം തരുന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഒന്ന് പറഞ്ഞു പോകാം. 7-ന്റെ 1 ഇങ്ങനെ പറയുന്നു: പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഏത് വാഗ്ദത്തങ്ങൾ? ദൈവം അവരോട് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മക്കളുമായിരിക്കും. എങ്ങനെ? എൻ്റെ വഴികളിൽ നടന്നുകൊണ്ടാൽ എന്ന് പറഞ്ഞു, അല്ലെ? അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിന്റെ മക്കളായി തീർന്ന് എപ്പോഴും ദൈവത്തിന്റെ മക്കളായി ഇരിക്കണമെങ്കിൽ ദൈവം നമുക്ക് പിതാവും നാം അവർ ദൈവത്തിന് മക്കളുമാകണമെങ്കിൽ നാം ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, കൊരിന്ത്യരുടെ ഹൃദയം ഇടുങ്ങിയിരിക്കുക. പൗലോസിന്റെ ഹൃദയം അല്ലെങ്കിൽ പൗലോസിന്റെയും കൂട്ടരുടെയും ഹൃദയം വിശാലമായിരിക്കുന്നു കൊരിന്ത്യർക്ക് വേണ്ടി. പക്ഷെ അവരെ പൗലോസിനെ ആദ്യം അവരെ സ്വീകരിച്ച രീതിയിൽ അല്ലെങ്കിൽ അവരെ കൈക്കൊണ്ട രീതിയിൽ കൈക്കൊള്ളാതിരിക്കുന്ന ഒരവസ്ഥ, മനസ്സ് അല്ലെങ്കിൽ ഹൃദയം ഇടുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ അവരുടെ ഇടയിൽ ഉണ്ടാകുന്നു. അവരോട് പറയുന്നു, നിങ്ങൾ ഹൃദയം വിശാലമാക്കണമെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 5-ാം വാക്യത്തിൽ കണ്ടത്, നമ്മൾ പൗലോസ് അപ്പോസ്തലൻ 2-ാം അധ്യായത്തിൽ അവിടെ നിർത്തിവെച്ച കാര്യത്തിന്റെ തുടർച്ചയാണ് നമ്മൾ 5 മുതലുള്ള വാക്യങ്ങൾ കണ്ടത്. അവിടെ മക്കെദോന്യയിലേക്ക് പൗലോസ് അപ്പോസ്തലൻ തിരിച്ചു പോവുകയും ത്രോവാസിൽ വെച്ച് തീത്തോസിനെ കാണാഞ്ഞിട്ട് മക്കെദോന്യയിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥ, മക്കെദോന്യയിൽ തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ സുവിശേഷത്താൽ ഉണ്ടായ കഷ്ടവും അതുപോലെ തന്നെ തീത്തോസിനെ കാണാതെയുള്ള ഭയവും പൗലോസിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പുറത്ത് ദുഃഖം അകത്ത് ഭയം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ വായിച്ചു. നമുക്കിനി ആറാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: പുറത്ത് ദുഃഖം അകത്ത് ഭയം, എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കാൻ ദൈവം തീത്തോസിന്റെ വരവിന് ഞങ്ങളെയും ആശ്വസിപ്പിച്ചു. തീത്തോസ് തിരിച്ച് മക്കെദോന്യയിൽ വന്ന് പൗലോസിനെ മീറ്റ് ചെയ്തു. സന്തോഷത്തോടെ വന്നതിനാൽ പൗലോസ് സന്തോഷിക്കുന്നു എന്ന് പറയുന്നു. നമുക്കിനി 7-ാമത്തെ വാക്യം വായിക്കാം. 7-ാമത്തെ വാക്യം: അവന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ. അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു. അപ്പൊ തീത്തോസിന്റെ വരവ് മാത്രമല്ല പൗലോസിന് സന്തോഷത്തിന് കാരണമായി തീർന്നത് തീത്തോസിന് കൊരിന്ത്യരാൽ ലഭിച്ച ആശ്വാസം. അത് കഴിഞ്ഞ് ആ ലെറ്ററിന് ശേഷം അവരിലുണ്ടായ വാഞ്ച, വിലാപം, ആ ഒരു മാറ്റം കൂടെ വന്നത് തീത്തോസ് വന്ന് പൗലോസിനോട് പറഞ്ഞു. അതിനാൽ പൗലോസ് അധികമായി സന്തോഷിച്ചു. തീത്തോസിനെ കുറിച്ച് ഒരു വലിയൊരു ഭയം ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും തീത്തോസ് മടങ്ങി വരുന്നത്? അതുപോലെ തന്നെ പൗലോസ് കൊരിന്ത്യരിലെ മാനസാന്തരവും ആഗ്രഹിച്ചിരുന്നു. ഇത് രണ്ടിനാലും പൗലോസ് സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. അവന്റെ വരവിനാൽ മാത്രമല്ല, അപ്പം തീത്തോസിന്റെ വരവ് പൗലോസിന് ആശ്വാസം നൽകി. തീത്തോസിനെ അവർ കൈക്കൊണ്ടു, തീത്തോസിനെ സഹായിച്ചു. നമുക്ക് അത് 7-ന്റെ 13-ഉം 15-ഉം വാക്യങ്ങളിൽ വായിക്കാനായിട്ട് കഴിയും. ഞാൻ വായിച്ചു വിടാം, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാമല്ലോ. വായിക്കാം. 7-ന്റെ 13-ഉം 15-ഉം വാക്യങ്ങൾ: അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു. ആർക്ക്? പൗലോസിനും കൂടെയുള്ളവർക്കും. ഞങ്ങളുടെ ആശ്വാസം ഒഴികെ തീത്തോസിന്റെ മനസ്സിന് നിങ്ങൾ എല്ലാവരാലും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷ നിമിത്തം ഞങ്ങൾ എത്രയും അധികം സന്തോഷിച്ചു. കാരണം തീത്തോസിനും അവിടെ ആയിരുന്ന സമയത്ത് സന്തോഷമായിരുന്നു. ആ സന്തോഷം തീത്തോസ് വന്ന് അറിയിച്ചതിനാൽ പൗലോസിനും കൂടെയുള്ളവർക്കും സന്തോഷമായി. അവനെ ഭയത്തോടും വിറയലോടും കൈക്കൊണ്ടതിൽ നിങ്ങൾ എല്ലാവരും കാണിച്ച അനുസരണം അവൻ ഓർക്കുമ്പോൾ നിങ്ങളുള്ള അവന്റെ അനുരാഗം അത്യന്തം വർദ്ധിക്കുന്നു. അപ്പൊ ആ തീത്തോസിന്റെ ആശ്വാസം. അത് കഴിഞ്ഞ് പറയുന്നത്, നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും. അപ്പം പോളിന്റെ ലെറ്റർ അവർ വായിച്ചു കഴിഞ്ഞ് അവർക്ക് മാനസാന്തരം ഉണ്ടായി. അതുപോലെ തന്നെ പോളിനെ കാണുവാനായിട്ട് അവര് ആഗ്രഹിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അത് നമുക്ക് 7-ന്റെ 11-ഉം 16-ഉം വാക്യങ്ങൾ ഞാൻ വായിച്ച് ജസ്റ്റ് വിടാം. നമ്മൾ ഇനി അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ള പുറകെ 7-ന്റെ 11: ദൈവഹിത പ്രകാരം നിങ്ങൾക്കുണ്ടായി ദുഃഖം
എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു. ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്ന് എല്ലാവിധത്തിലും കാണിച്ചിരിക്കുന്നു. 16. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ധൈര്യപ്പെടുവാൻ ഇടയുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. ആ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് അവരിലുണ്ടായ മാനസാന്തരത്തിൽ പൗലോസ് സന്തോഷിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രത്തോളം വിഷമങ്ങളിലൂടെ പൗലോസ് കടന്നു പോയി എങ്കിലും ആ തീത്തോസും മടങ്ങി വന്നതും ആ കൊരിന്ത്യയിലുണ്ടായ സന്തോഷവും പൗലോസിന് സന്തോഷകരമായി തീർന്നു. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കാം 2:14 ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. സുവിശേഷ വേളയിൽ പ്രശ്നമുണ്ടെങ്കിലും അതിന്റെ നടുവിലും സന്തോഷം തരുവാൻ ദൈവം കൂടെയുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 7:8. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്നു വരികിലും ഞാൻ അനുതപിക്കുന്നില്ല. ഈ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുതപിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. ഏത് ലേഖനം? ആ സിവിയർ ലെറ്ററിനെ കുറിച്ച് നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ പഠിച്ചായിരുന്നു അല്ലേ? അപ്പൊ ആ ലെറ്റർ എന്ന് പറയുന്നത് നമുക്ക് എഴുതി കിട്ടിയിട്ടില്ലാത്ത ഒരു കത്തായിരുന്നു. അത് 1-ാം ലേഖനത്തിനും 2-ാം ലേഖനത്തിനും ഇടയ്ക്കുള്ള ആ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. ആ ലെറ്റർ എഴുതുവാനുണ്ടായ സാഹചര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞായിരുന്നു. എങ്കിലും ഞാൻ ഒന്ന് വായിച്ചു വിടാം. 2:1-3, 2-ാം അധ്യായം 1-3 വാക്യങ്ങൾ. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നത് ദുഃഖത്തോടെ ആകരുത് എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ഇത് തന്നെ എഴുതിയത്, ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടിയവരാൽ ദുഃഖമുണ്ടാകരുത് എന്ന് വെച്ചും എന്റെ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായിരിക്കുമെന്ന് നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിശ്വസിക്കേണ്ടതാകും. പൗലോസ് അവിടെ ചെന്നപ്പോ പൗലോസിന് വിഷമമുണ്ടായി. തിരിച്ച് മടങ്ങി പോകേണ്ടത് നമുക്ക് കൊരിന്ത് വഴി ആയിരുന്നെങ്കിൽ പോകാൻ സാധിച്ചില്ല. കാരണം വീണ്ടും പൗലോസിന് ദുഃഖമുണ്ടാകും. കാരണം അവരിൽ നിന്നും ചില പാപപ്രവൃത്തികൾ അവരിൽ കാണുകയും അവർ മാനസാന്തരപ്പെടാതിരുന്നു കഴിഞ്ഞാൽ പൗലോസിന് ദുഃഖമുണ്ടാകും. അതുകൊണ്ട് വീണ്ടും താൻ ഇവിടെ പോകാൻ ആഗ്രഹിച്ചില്ല. അവർക്കൊരു മാനസാന്തരത്തിന് വേണ്ടിയായിരുന്നു, അവരിലൊരു മാറ്റം വരുവാൻ വേണ്ടിയായിരുന്നു ഈ ലെറ്ററുമായി തീത്തോസിനെ അവിടേക്ക് അയച്ചത്. അപ്പം ഇനി തനിക്ക് ദുഃഖം വരുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അതിനു പകരം തീത്തോസിന്റെ കയ്യിൽ ലെറ്ററുമായിട്ട് അയച്ചു. അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്നത്, ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എങ്കിലും ഞാൻ അനുതപിക്കുന്നില്ല. കുറേ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുതപിച്ചു എങ്കിലും ഞാൻ സന്തോഷിക്കുന്നു. കാരണം ആ ലെറ്റർ പൗലോസ് എഴുതിയപ്പോൾ തന്നെ പൗലോസിന് വിഷമമുണ്ട്. അത്രത്തോളം ഒരു കാഠിന്യം പിടിച്ചൊരു ലെറ്റർ ആയിരുന്നു. ഒരു സിവിയർ ലെറ്റർ എന്ന് പറയാൻ വേണ്ടി അത്ര ഒരു കാഠിന്യം പിടിച്ച ലെറ്റർ ആയിരുന്നു. അത് എഴുതിയപ്പോഴും വിഷമമുണ്ട്. നമുക്കറിയാം, നമ്മൾ ആരെങ്കിലും വഴക്ക് പറയും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയൊക്കെ വഴക്ക് പറയും, നമുക്ക് വിഷമമുണ്ടല്ലോ. ചുമ്മാതെ വഴക്ക് പറയത്തില്ല, പക്ഷെ ചുമ്മാ അടിയൊക്കെ കൊടുക്കേണ്ട വന്നാലും നമുക്ക് വിഷമം വരും. അതേ ഒരു അവസ്ഥയായിരുന്നു പൗലോസിന്റെ. അപ്പം അവിടെ ആ ലെറ്റർ എഴുതാനുണ്ടായ കാരണം നമുക്കറിയാം. പക്ഷെ ആ ലെറ്റർ മൂലം അവരിൽ വന്നേക്കാവുന്ന പരിണിത ഫലങ്ങൾ അല്ലെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് പൗലോസ് കൂടുതലായിട്ട് വറീഡ് ആയിരുന്നു. കാരണം ഒന്നുകിൽ അവര് കംപ്ലീറ്റ്ലി പൗലോസിനെ റിജക്ട് ചെയ്യാനായിട്ട്, ഓൾറെഡി ഒരു ചെറിയൊരു ഭാഗം പൗലോസിനെ റിജക്ട് ചെയ്തിരുന്നു. അപ്പൊ ആ കംപ്ലീറ്റ്ലി പൗലോസിനെ റിജക്ട് ചെയ്യാനായിട്ട് ഇടയായി തീരും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായ മാനസാന്തരം വരും. പിന്നെ അതുപോലെ തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്നിൽ അവർ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് മാനസാന്തരപ്പെടും. അല്ലെങ്കിൽ നമുക്കറിയാം, തീത്തോസിനെ കയ്യിലാണ് ആ ലെറ്റർ കൊടുത്തു വിട്ടേക്കുന്നത്. ആ ലെറ്റർ ഇത്രത്തോളം സിവിയറായ ലെറ്റർ അവിടെ കൊണ്ട് വായിക്കുമ്പോൾ നമ്മള് പറയും, ഡോൺ കിൽ ദ മെസ്സഞ്ചർ എന്നൊക്കെ പറയത്തില്ലേ. നമ്മളെ കൊണ്ടുവരുന്ന ആളെ അവര് ജസ്റ്റ് മെസ്സഞ്ചർ മാത്രമാണെങ്കിലും ആ ലെറ്ററിന്റെ ആ കാഠിന്യം മൂലം തീത്തോസിനെ ഉപദ്രവിക്കാനായിട്ടോ തീത്തോസിനെ വഴക്ക് പറയാനായിട്ടോ ഒക്കെ കാരണമായി തീരും അല്ലേ. തീത്തോസിന് പൗലോസ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അല്ലെ ഒരു ശുശ്രൂഷകൻ ആഗ്രഹിക്കുന്ന തക്കതായ ഒരു സ്വീകരണം ഓൾറെഡി പൗലോസിന് അവർ കൊടുക്കുന്നില്ല. പക്ഷെ തീത്തോസിനും അങ്ങനെ ഒരു സ്വീകരണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് തീത്തോസിനും വിഷമായി തീരും, അത് പൗലോസിനും വിഷമമായി തീരും. കാരണം ലെറ്റർ അങ്ങനെയുള്ള ലെറ്റർ അല്ലേ, വെറുതെ ഒരു സന്തോഷകരമായ ലെറ്റർ അല്ല.
അത് അത്രത്തോളം കാഠിന്യമേറിയ ഒരു ലെറ്റർ ആയതുകൊണ്ട് എഴുതിയ പൗലോസിനും വിഷമമുണ്ട്. പിന്നെ തീത്തോസിനോടുള്ള അവരുടെ സമീപനം എങ്ങനെയെന്ന് ഓർത്ത് പൗലോസിന് വിഷമമുണ്ട്. അപ്പം ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ തീത്തോസ് തിരിച്ച് സന്തോഷത്തോടെ മടങ്ങി വന്നു. എഴുതിയപ്പോ ഒരു കുറെ നേരത്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നെങ്കിലും തീത്തോസിന് നല്ല സ്വീകരണം കൊടുക്കുകയും അതുപോലെ തീത്തോസ് സന്തോഷത്തോടെ മടങ്ങി വരികയും ചെയ്തുകൊണ്ട് പൗലോസ് ഇപ്പോൾ സന്തോഷിക്കുന്നു. അപ്പം മുമ്പേ പൗലോസ് പറഞ്ഞു, ഞാൻ മുമ്പേ എഴുതിയതിൽ അനുദപിച്ചു, പക്ഷെ ഇപ്പോൾ സന്തോഷിക്കുന്നു. തീത്തോസും സന്തോഷത്തോടെ മടങ്ങി വന്നു. അതുപോലെ തന്നെ അവരിൽ പൗലോസ് ആഗ്രഹിക്കത്തക്ക ഉള്ള ഏത് രീതിയിലാണോ പൗലോസ് ആ ലെറ്റർ, എന്തിനു വേണ്ടിയാണോ പൗലോസ് ആ ലെറ്റർ എഴുതിയ ആ ഒരു മാറ്റം അവരിൽ കാണുവാനായിട്ട് കഴിഞ്ഞു. അതിനാൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്ന് വായിച്ച് നമുക്ക് വിട്ടുപോകാം. വാക്യം ഒന്നുകൂടെ വായിക്കാം. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികയിലും എഴുതിയത് കൊണ്ട് ഞാൻ അനുദപിക്കുന്നില്ല. ഈ ലേഖനം നിങ്ങളെ കുറെ നേരത്തെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നതുകൊണ്ട് മുമ്പേ അനുദപിച്ചു എങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. അവളുടെ മാനസാന്തരവും അതുപോലെ തന്നെ തീത്തോസിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടതിനാലും ഞാൻ സന്തോഷിക്കുന്നു. ഓക്കെ, അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഇനി 8:9. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിത പ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. അപ്പൊ അവർക്കും ദുഃഖമുണ്ടായി, പൗലോസിനും ദുഃഖമുണ്ടായി. അപ്പൊ ആ കൊരിന്ത്യരുടെ ദുഃഖം എന്തിനായിട്ടാണ്? മാനസാന്തരത്തിനായതിനാൽ അത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിത പ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. അപ്പം അവരിൽ ദുഃഖമുണ്ടായി, അവരിലെ കുറ്റബോധം ഞാൻ പറയത്തില്ല, പാപബോധമുണ്ടായി, അവര് മാനസാന്തരത്തിന് കാരണം. അപ്പൊ ആ ലേഖനം അവര് വായിച്ചപ്പോൾ അവർക്ക് വിഷമമുണ്ടായി. കാരണം കാഠിന്യം പിടിച്ചത്. ആരെയെങ്കിലും നമുക്കറിയാം, വഴക്ക് പറഞ്ഞാൽ ഒരിക്കലും അത് സന്തോഷകരമല്ല, അതെപ്പോഴും ഒരു ദുഃഖമുണ്ട്. ആ ദുഃഖം ഉണ്ടായി. അത് പിന്നെ അതിൽ അവർ മാനസാന്തരം ഉണ്ടായി. അതുകൊണ്ട് ദൈവഹിത പ്രകാരമാണ്, ദുഃഖിച്ചത് കൊണ്ടാണ് മാനസാന്തരം ഉണ്ടായത്. ദൈവഹിത പ്രകാരമുള്ള മാനസാന്തരം ദുഃഖത്തെ ഉളവാക്കുന്നു എന്ന് പറയുന്നു. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കുന്നു എന്ന് പറയുന്നു. അപ്പം ദൈവഹിത പ്രകാരമാകിയാൽ പൗലോസിനും സന്തോഷമുണ്ടായി, അവരിലും മാനസാന്തരം ഉണ്ടാകുവാൻ കാരണമായതിനാല്. അത് നമ്മൾ വായിക്കുന്ന 7:7 നമുക്കത് വായിക്കാൻ കഴിയും. നമ്മൾ പഠിച്ചതാണല്ലോ, ഒന്നുകൂടെ വായിക്കാം. അല്ല, ഞാൻ ഒത്തിരി പ്രാവശ്യം വായിച്ചാൽ ഇനി വേണ്ട. സാരമില്ല. പൗലോസിനെ തീത്തോസിനെ കൈക്കൊണ്ടതിനാലും മനസാരം വന്നതിനാലും സന്തോഷിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ നമുക്കറിയാം, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം, എല്ലാ ദുഃഖവും മാനസാന്തരത്തിലേക്ക് നയിക്കത്തില്ല, അല്ലെ? ലോകത്തിന്റെ എല്ലാ ദുഃഖവും ഒന്നും മാനസാന്തരത്തിലേക്ക് നയിക്കത്തില്ല. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തിലേക്ക് നയിക്കും. സോറോ ലീഡ്സ് ടു റിപ്പൻഡൻസ് ലീഡ് ടു ഒബീഡിയൻസ്. അപ്പം ദൈവഹിത പ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തിലേക്കും അതുപോലെ തന്നെ ആ മാനസാന്തരം അനുസരണത്തിലേക്കും നയിക്കും. എന്നിട്ട് പറയാം, സോറോ ലീഡ്സ് ടു റിപ്പൻഡൻസ്, ദാറ്റ് ലീഡ്സ് ടു ഒബീഡിയൻസ്. അപ്പം ദൈവഹിത പ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തിലേക്കും ആ മാനസാന്തരം അനുസരണത്തിലേക്കും ഇടയായി തീർന്നു. അപ്പം ദുഃഖം ഉണ്ടാവുകയാണെങ്കിൽ അത് മാനസാന്തരത്തിലേക്കും അത് റിപ്പൻഡൻസിലേക്കും അതുപോലെ തന്നെ ആ റിപ്പൻഡൻസ് ആ ഒരു ഒബീഡിയൻസിലേക്കും ആയി തീർന്നാൽ മാത്രമേ നമുക്കത് ദൈവഹിത പ്രകാരമുള്ള ദുഃഖമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ആ ദുഃഖിച്ചതിന് ആ ലെറ്റർ മൂലം അവർക്ക് മാനസാന്തരം ഉണ്ടാവുകയും, മാനസാന്തരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പിന്നെ കുറ്റബോധവും പാപബോധവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കുറ്റബോധം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. കുറ്റബോധം എന്ന് പറഞ്ഞാൽ നമ്മള് പാപം ചെയ്താൽ നമുക്കൊരു തെറ്റ് ചെയ്തല്ലോ എന്നൊരു ബോധം ഉണ്ടാകും. പക്ഷെ തിരിഞ്ഞ് മാനസാന്തരത്തിലേക്ക് വരികയില്ല, തിരിഞ്ഞൊരു മാറ്റം വരികയില്ല. പക്ഷെ പാപബോധം എന്ന് പറഞ്ഞാൽ അത് പാപബോധം ഉണ്ടാവുകയും അത് തിരിച്ച് മാനസാന്തരം, അതിന് ഏറ്റുപറഞ്ഞ് അതിനെ എന്താ പറയുന്നത്, ശരിയാക്കേണ്ട രീതിയിൽ ശരിയായി വരികയും ചെയ്യുന്നതിനെയാണ് നമ്മൾ മാനസാന്തരം എന്ന് പറയുന്നത്. പലരും കുറ്റം ചെയ്തതിൽ വിഷമിക്കുമെങ്കിലും തിരിച്ച് ആ തെറ്റുകളെ തിരുത്തി പഴയതിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പം നമുക്ക് തിരുവെഴുത്തിൽ തന്നെ 2 ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. യൂദയുടെ കാര്യവും പത്രോസിന്റെ കാര്യവും. പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞെങ്കിലും കർത്താവ് ഒന്ന് നോക്കിയല്ലേ, പത്രോസിനെ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ പൗലോസ് പൊട്ടിക്കരഞ്ഞെന്നാ പറയുന്നത്, അല്ലെ? പൗലോസ് താൻ മാനസാന്തരപ്പെട്ടതായി കാണുന്നു. പക്ഷെ യൂദ കർത്താവിനെ തള്ളി
തള്ളി പറഞ്ഞെങ്കിലും അല്ലെ ഒറ്റുകൊടുത്തെങ്കിലും തിരിച്ച് യൂദ ഖേദിച്ചെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ യൂദ തിരിച്ച് മാനസാന്തരത്തിലേക്ക് വന്നില്ല. അതൊരു കുറ്റബോധം മാത്രമായിരുന്നു. പക്ഷെ പത്രോസിന്റേത് അതൊരു മാനസാന്തരമായിരുന്നു. അപ്പൊ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തിലേക്കും പിന്നെ അത് അനുസരണത്തിലേക്കും തീരും. പക്ഷെ ലോകപ്രകാരമുള്ള ദുഃഖമാണെങ്കിൽ അത് മാനസാന്തരത്തിലേക്ക് തിരികയില്ല. ഓക്കെ. അപ്പൊ നമുക്ക് പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞെങ്കിലും പൊട്ടിക്കരഞ്ഞ് അനുദപിക്കാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ യൂദ എന്താ ചെയ്ത്? യൂദ വിഷമിച്ചെങ്കിലും നമുക്ക് പിന്നെ വായിക്കാം, കെട്ടിഞ്ഞാന്ന് ചാകാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന കൊരിന്ത്യരിൽ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം മാനസാന്തരം ഉളവാക്കി. അപ്പം പൗലോസിന്റെ ദൈവസ്നേഹത്താലുള്ള കത്തെ അവരിൽ പൗലോസ് കാണുവാൻ ആഗ്രഹിച്ച ആ മാറ്റം, അല്ലെങ്കിൽ ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിച്ച ആ മാറ്റം അവരിൽ ഉളവാകുവാനായിട്ട് ഇടയായി തീർന്നു. ഇനി നമുക്ക് 10ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 10ാമത്തെ വാക്യം ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിത പ്രകാരമല്ലോ ദുഃഖിച്ചത്. അപ്പൊ ഞങ്ങൾ ഈ ലെറ്റർ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വന്നില്ല. പക്ഷെ നിങ്ങൾ ദൈവഹിത പ്രകാരം ദുഃഖിച്ചത് കൊണ്ട് നിങ്ങൾക്ക് മാറ്റം വരുവാനായിട്ട് അല്ലെ മാനസാന്തരം വരുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ. 10ാമത്തെ വാക്യം, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു, ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. അപ്പം ഇവിടെ ദൈവഹിതം നമ്മൾ പറഞ്ഞു, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം, ആ ദുഃഖം മാനസാന്തരത്തിലേക്കും വീണാനുസരണത്തിലേക്കും ഇടയായി തീരുന്നു. ഇവിടെ ദൈവഹിത പ്രകാരമുള്ള ദുഃഖവും ലോകത്തിന്റെ ദുഃഖവും തമ്മിൽ തുലനം ചെയ്ത് അല്ലെങ്കിൽ താരതമ്യം ചെയ്തേക്കുക, അല്ലെ കമ്പയർ ചെയ്തേക്കാണ് ചെയ്യുന്നത്. അപ്പം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷയ്ക്കായിട്ട് മാനസാന്തരത്തിന് കാരണമായി തീരുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോൾ എല്ലാ ദുഃഖവും രക്ഷയ്ക്ക് കാരണമായി തീരുമോ? നമ്മുടെ ദുഃഖം കൊണ്ടാണോ നാം രക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്നത്? ഒരിക്കലുമല്ല, അല്ലേ? പക്ഷെ അതും അതിന് ഭാഗമാണെങ്കിലും ദുഃഖത്താലല്ല മാനസാന്തരം വരുന്നത്. രക്ഷയുടെ പൂർണ്ണമായ കാരണം അല്ലെങ്കിൽ പൂർണ്ണമായി ദുഃഖത്തിലൂടെ അല്ല വരുന്നത്. പക്ഷെ അത് രക്ഷയ്ക്ക് അനിവാര്യമാണ്. എന്താ രക്ഷ ഉണ്ടാകുന്നത്? എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്, അതിനും പ്രവൃത്തികൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്ര. രക്ഷ എന്ന ദൈവത്തിന്റെ ദാനമാണ്. പക്ഷെ നമ്മുടെ അനുതാപവും അതുപോലെ തന്നെ നമ്മുടെ മാനസാന്തരവും നമ്മുടെ വിശ്വാസവും ഒക്കെ അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ദൈവത്തിങ്കിലേക്ക് വരുന്നതിന് മാനസാന്തരപ്പെട്ടാൽ മാത്രം പോരാ, പാപ വഴികളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം. അപ്പം എല്ലാം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മാനസാന്തരം മാത്രമല്ല, നാം അനുസരണവും ഉള്ളവരായി തീരണം. അനുസരണവും വിശ്വാസവും ഒരുപോലെ പോകുന്ന കാര്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, എല്ലാവരും മാനസാന്തരപ്പെടും വായ് കൊണ്ട് ഏറ്റുപറയുമെങ്കിലും വീണ്ടും ആ പാപ വഴികളിലേക്ക് തന്നെ, ആ വായ് കൊണ്ടുള്ള മാനസാന്തരം അല്ലാതെ ഹൃദയം കൊണ്ടുള്ള മാനസാന്തരം പലരിലും കാണുന്നില്ല. കേവലം വിശ്വാസി എന്ന പേരുള്ളതല്ലാതെ ആ വിശ്വാസിയിൽ കാണേണ്ടതായ ഒരു ദൈവഹിതപ്രകാരമായ ഒരു സ്വഭാവങ്ങളും കാണാതിരിക്കും. നമുക്കറിയാം, ക്രിസ്ത്യ ലോകത്ത് നമ്മൾ നമ്മുടെ ചുറ്റും നോക്കിയാല്, നമ്മുടെ കൂട്ടുകാരിലും എല്ലാവരും നമ്മൾ നോക്കിയാല് കാണുന്നതാണ്. നമുക്ക് പഴയ അവരെ അറിയാവുന്നത് പോലെ തന്നെ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു എങ്കിലും അവൽ കാര്യമായ മാറ്റങ്ങൾ ഇല്ല. അത് ദൈവവചനം കേൾക്കാത്തതുകൊണ്ടും അനുസരിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ പത്രോസ് അപ്പോസ്തലൻ ഇതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. കാരണം ദൈവഹിതപ്രകാരമുള്ള ഒരു മാനസാന്തരം തീർത്തും ഒരു മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കി തീർക്കും, അല്ലെ? പക്ഷെ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ആ ഒരു ശരിയായ മാനസാന്തരം വന്നിട്ടില്ല. അല്ലെങ്കിൽ ഒരിക്കൽ മാനസാന്തരപ്പെട്ടു അല്ലെങ്കിൽ ഒരു മാറ്റം വന്നു എങ്കിലും വീണ്ടും ആ പാപ വഴികളിലേക്ക് പോകുമ്പോൾ അവരുടെ അവസാനം പഴയ ആദ്യത്തേനേക്കാളും പാപകരം അല്ലെങ്കിൽ ഭയാനകമായിരിക്കും, അല്ലെ ദോഷകരമായിരിക്കും എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് വായിക്കാം. 2 പത്രോസ് 2-ന്റെ 20, 21, 22 വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാക്യമാണ്. ഇതൊക്കെ നമ്മളെ എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ പറയാം, നമ്മളെല്ലാവരും ദൈവത്തെ അറിയുന്നവരാ, എല്ലാവരും ദൈവത്തിന്റെ മക്കളാ, രക്ഷിക്കപ്പെട്ടവരാ. പക്ഷെ നമ്മൾ ദൈവവചനം അനുസരിച്ച് പോകണം. പക്ഷെ എന്നെങ്കിലും നമ്മൾക്ക് ആ ഒരു മാറ്റം, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന മാറ്റം, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഞാനും ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 മാസം ആകുമ്പോൾ അത് കമന്നു വീഴണം, അല്ലേ?
കമന്ന് വീണ് കഴിഞ്ഞ ഒരു 6 മാസം കഴിയുമ്പോ അത് 6, 7, 8 മാസമൊക്കെ ആകുമ്പോ ഒന്ന് ഒന്ന് നിക്കണം. തല ഉയർത്തിയൊക്കെ നിക്കണം അല്ലേ? ഒരു 9 മാസമൊക്കെ കഴിയുമ്പോ അതൊന്ന് പിടിച്ച് നിക്കണം. അത് കഴിയുമ്പോ ഒന്ന് നടക്കണം. അത് കഴിയുമ്പോ അത് വർത്താനം പറയണം. ഇതൊക്കെ നമ്മള് ഈ നോർമൽ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ കാണുന്നതാ അല്ലേ? അത് ഇല്ലാന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ എത്രത്തോളം അത്ര വിഷമിക്കും അല്ലേ? ഇല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് ആ പ്രായത്തിന് അത്ര മെച്യൂരിറ്റി ഇല്ലെങ്കിൽ അല്ലെ അതിനുള്ള വളർച്ച ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം വിഷമിക്കും. അതുപോലെ തന്നെ നമ്മളിലും ഓരോരുത്തരിലും നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ ആത്മീകമായ ഒരു വളർച്ച ആയിരിക്കില്ല നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന. അതിലും വലുതായി തീരണം. നമ്മൾ ഓരോ ദിവസവും ക്രിസ്തു എന്ന തലയോളം വളർന്നുകൊണ്ടിരിക്കണം. ആ വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ തലയിലെല്ലാം കൂടെ കേറ്റി വെക്കുക അല്ല ചെയ്യുന്നത്. അത് വേണം. പക്ഷേ അതുകൂടെ നമ്മുടെ ജീവിതത്തിലും അതൊരു മാറ്റം വരണം. നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെന്നും വളർന്നുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടല്ലേ എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞ ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ വളരണമെന്ന് പറയുന്നുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് വരണം. അല്ലെന്നുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ അവസ്ഥയിൽ നമ്മൾ ആയിത്തീരുവാനായിട്ട് കഴിയും. നമുക്ക് വായിക്കാം 2 പത്രോസ് 2:20. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായിപ്പോയി. നമുക്ക് പറയാം എങ്ങനെയാ ഒരു പ്രാവശ്യം പരിജ്ഞാനം ലഭിച്ചവര് വീണ്ടും ലോകത്തിന്റെ മുകളിലേക്ക് വന്നു. നമുക്കറിയാം ദേമാസിനെ കുറിച്ച് അല്ലെ? പൗലോസ് ആദ്യത്തെ ലേഖനങ്ങളിലൊക്കെ എഴുതുമ്പം ദേമാസ് വന്ദനം ചെയ്യുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ദേമാസും പൗലോസിന്റെ കൂടെ സഞ്ചരിച്ച ആളായിരുന്നു അല്ലെ? സുവിശേഷത്തിൽ പ്രവർത്തിച്ച ആളായിരുന്നു. പക്ഷെ അവസാനത്തെ ലേഖനമൊക്കെ എഴുതുമ്പോൾ പൗലോസ് പറയുന്ന ദേമാസ് ലോകത്തെ സ്നേഹിച്ച് ഞങ്ങളെ വിട്ടുപോയി എന്നാണ്. ഇപ്പം നമുക്കറിയാം പൗലോസിന്റെ കൂടെ യാത്ര ചെയ്തൊരു മനുഷ്യൻ സുവിശേഷ സംബന്ധമായി അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു ശുഷ്കാന്തി ഉണ്ടായിരുന്ന ഒരാൾ ആ ലോകത്തെ സ്നേഹിച്ച് കടന്നുപോയി എന്ന് പറയും, പൗലോസിനെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രത്തോളം അത് ഒരു ദിവസം കൊണ്ട് പറ്റുന്നതല്ല. അത് തുടർച്ചയായി ആ ലോകത്തിന്റെ സ്നേഹം വന്നപ്പോൾ അതിനെ എതിർത്ത് നിൽക്കാൻ, അതിനെ ചെറുത്ത് നിൽക്കാൻ കഴിവില്ലാതെ വന്നപ്പോഴാണ് പൂർണ്ണമായും വിട്ടുപോകാനായിട്ട് ഇടയായി തീർന്നത്. അതുപോലെ നമ്മളിലും നമ്മൾ അറിയാതെ തന്നെ നമ്മളിലും ലോകം കടന്നു വരുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് നാമും ശ്രദ്ധിക്കണം. 21-ാമത്തെ വാക്യം. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരിക്കുന്നത് അവർക്ക് നന്നായത്. എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർ ഭവിച്ചു. അറിയാമല്ലോ അത് ഇനി അങ്ങനെ അതിനെ പറയണ്ട. അത് അറിയാം, നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ ആദ്യത്തെ സ്ഥിതിയേക്കാളും ദോഷമായിരിക്കും പിന്നത്തുള്ള സ്ഥിതി എന്ന് നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പം അതുകൊണ്ടല്ലേ ഭക്തന്മാരൊക്കെ പാടിയത് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക് അല്ലെ? യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, പിന്മാറില്ല. കാരണം ദൈവത്തിന്റെ സ്നേഹം പറ്റിയവരാണ്. ആ അടുത്തറിഞ്ഞവര് പറയും ലോകത്തിന് മുമ്പേ ഞാനിനി പോകുവാൻ ഒക്കത്തില്ല. നമ്മളാണ് കൂടുതലും വഷളായി പോകാൻ നമ്മൾ ഒക്കുന്നവർ ഇപ്പോഴല്ലേ. ഒത്തിരി ചാൻസ് ഉണ്ട്. നമുക്ക് മീഡിയാസ് ഒക്കെ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെയുണ്ട്. ഒരു കുക്കിംഗ് ക്ലാസ് ഒക്കെ ആന്ന് പറഞ്ഞിട്ട് കുക്കിംഗ് ഷോ ഒക്കെ നമ്മൾ കാണും. പിന്നെ അത് പിന്നെ പരമ്പരയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. സീരിയലൊന്നും കാണുന്നില്ലായിരിക്കും, സിനിമയൊന്നും കാണുന്നില്ലായിരിക്കും നമ്മളൊക്കെ. പക്ഷെ നമ്മൾ കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. കൊച്ചു പിള്ളേരുടെ ഷോസും ഒക്കെ അല്ലെ കാണുന്നവരുണ്ട്, നമ്മൾ കാണും. പക്ഷെ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 1 മിനിറ്റേ ഉള്ളൂ. ഇപ്പൊ ഒത്തിരി ഷോർട്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ? 1 മിനിറ്റേ ഉള്ളൂ. ആ 1 മിനിറ്റ് അരമണിക്കൂറാവുന്ന നമ്മൾ അറിയത്തില്ല. അതിലെ 10 കണ്ടാൽ മതി നമ്മുടെ സമയം ഇങ്ങനെ പോകും. ഇത് നമ്മളെ ഈ ലോകം അങ്ങനെ ആക്കി തീർക്കുകയാണ്. സാത്താൻ ഈ ലോകത്തിൽ നമുക്ക് കണ്ണരസമാകുമാറുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അധികമായാൽ എന്തും അമൃതം വിഷമാണെന്ന് നമ്മൾ പറയുന്നത്. അധികമായാൽ എന്തും തെറ്റാണ്. പക്ഷെ അത് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണം. 1, 2 കണ്ടത് കൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ സമയം അതിനുവേണ്ടി നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കാണുമ്പോൾ അയ്യോ കഷ്ടമായി പോയെന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആ കഷ്ടമായി പോയി എന്ന് ചിന്തിക്കുന്നതും എന്നിട്ട് അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമ്മളത് മാനസാന്തരപ്പെട്ട് നാം തിരിച്ചു വരിക. ആ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ പിന്നെയും നമ്മെ അതിലേക്ക് അങ്ങ് തിരിക്കുക. നമുക്ക് പിന്നെ അറിയാതെ തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് ആവും. ഒരു ദിവസം കണ്ടു, 2 ദിവസം കണ്ടു, നല്ല ഷോ അല്ലേ, കൊച്ചു പിള്ളേരുടെ കാര്യമില്ല, കുഴപ്പമില്ല അല്ലേ, കൊച്ചു പിള്ളേരല്ലേ, കൊച്ചു പിള്ളേരുടെ വർത്താനമൊക്കെ അല്ലേ.
ഒന്ന് തവണ കണ്ടു, 2 തവണ കണ്ടു, മൂന്നാമത്തെ തവണയും നമുക്ക് ആ യൂട്യൂബിന്റെയൊക്കെ ഫീഡിങ്ങിൽ നമുക്ക് അത് തന്നെ വരും അല്ലേ? നമ്മുടെ ഹിസ്റ്ററിയിൽ അവിടെ തന്നെ വന്നിരിക്കും. അത് നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അതാ ലോകത്തിന്റെ മോഹം, അത് സാത്താന്റെ സിസ്റ്റമാ, അത് വേൾഡ് സിസ്റ്റമാ അത്. അത് നമ്മളിലേക്ക് അറിയാതെ തന്നെ കടന്നു വരുവാനായിട്ട് എന്നെ ഉൾപ്പെടെയാ ഞാൻ പറയുന്നത്. എന്നെ ഒഴിച്ച് ഞാൻ പറയില്ല ഒരു കാര്യം. അപ്പൊ എന്നെ ഉൾപ്പെടെയാ ഞാൻ പറയുന്നത്. നമ്മൾ അങ്ങനെ മാറുവാനായിട്ട് ഇടയായി തീരും. ലോകത്തിന്റെ മോഹം നമ്മളിലേക്ക് നമ്മളും പറയണം ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. ഓക്കെ. അപ്പൊ നമ്മളും അങ്ങനെ പറയണം. അപ്പം സ്പർജൻ പറയുന്നത് വിശ്വാസത്തിന്റെ ഒരു അല്ല റിപ്പൻഡൻസിന്റെ ഒരു ട്വിൻ സിസ്റ്റർ ആണ് വിശ്വാസം എന്ന്. അപ്പം വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആ മാനസാന്തരവും നമുക്കുണ്ടാകും. ആ വിശ്വാസവും മാനസാന്തരവും കൂടെ റിപ്പൻഡൻസും ഫെയ്ത്തും കൂടെ ഒരുമിച്ച് പോകുന്നതാണ്. അപ്പൊ ആ റിപ്പൻഡൻസ് ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം, റിപ്പൻഡൻസ് ഉണ്ടാകണം. ആ റിപ്പൻഡൻസിന് നമുക്ക് ഒബീഡിയൻസും നമുക്ക് ഉണ്ടായി തീരണം. ഓക്കെ. നമുക്കറിയാം ദുഃഖം അതിൽ തന്നെ പ്രയോജനമുള്ളതല്ല. നമുക്ക് ദുഃഖം വരുമ്പോ എന്താ, നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു ദുഃഖം വരുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ദേഷ്യം വരും, സങ്കടം വരും, നമുക്ക് അസന്തുഷ്ടി വരും, നമുക്കൊരു സമാധാനമില്ലാത്ത അവസ്ഥ വരും. പക്ഷെ ദൈവഹിത പ്രകാരമുള്ള ദുഃഖത്തെ കുറിച്ചല്ല ആ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം നമുക്ക് അല്പസമയത്തേക്ക് ദുഃഖം വന്നാലും വീണ്ടും നമുക്ക് അത് പിന്നത്തിൽ നമുക്കത് സന്തോഷമായി തീരും. അപ്പം ഇവിടെ നമുക്ക് ഈ ദൈവഹിത പ്രകാരം കൊരിന്ത്യർ ദുഃഖിച്ചതിനാല് അവരിൽ അവര് ഇച്ചിരി നേരം ദുഃഖിച്ചെങ്കിലും അവരിൽ മാറ്റം ഉളവാകുവാനായിട്ട് ഇടയായി. നമുക്ക് മാനസാന്തരം വന്നു എന്നാൽ അവർക്ക് എല്ലാ കാര്യങ്ങളിലും മാനസാന്തരം ഉണ്ടായി എന്നല്ല പറയുന്നത്. പക്ഷെ പൗലോസ് പറഞ്ഞു, നമ്മൾ 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ വായിച്ച ആ കാര്യത്തില് അവർക്ക് മാറ്റം ഉണ്ടാവുകയും അവരെ വേണ്ട രീതിയിൽ അവരിൽ അനുസരണം കാണുവാനും നമുക്ക് ഇടയായി തീർന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ആ ഇവിടെ ദൈവഹിത പ്രകാരമുള്ള ദുഃഖം സ്നേഹത്തോടെ പൗലോസ് അപ്പോസ്തലൻ അയച്ച ആ എഴുത്ത് അവരിൽ മാനസാന്തരം ഉളവാകുവാനായിട്ട് കഴിയില്ല. അപ്പം നമ്മൾ ഇവിടെ പറയുന്നു രക്ഷയ്ക്കായി മാനസാന്തരത്തിനെ ഉളവാക്കുന്നു എന്ന് പറയും. നമ്മൾ രക്ഷയ്ക്കായി ഉളവാക്കുന്ന കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ ഇവിടെ രക്ഷയ്ക്കായി അന്ന് കാര്യത്തിൽ പറയുവാൻ കഴിയില്ല. കാരണം ഓൾറെഡി എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷെ പൗലോസ് ഏത് കാര്യത്തിനു വേണ്ടിയാണോ അവരിൽ ഏത് കാര്യത്തിന് മാനസാന്തരം അല്ലെങ്കിൽ മാറ്റം വരണമെന്ന് പൗലോസ് ആഗ്രഹിച്ചോ ആ കാര്യത്തിൽ അവർക്ക് മാനസാന്തരം വരുവാനായിട്ട് കാര്യമായി തീർന്നു. അത് ദൈവഹിത പ്രകാരമായതിനാലാണ് അത് മാനസാന്തരം വന്നത് എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ രക്ഷയുടെ കാര്യത്തില് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം നമ്മൾ ദുഃഖിച്ചത് കൊണ്ട് നമുക്ക് നമ്മുടെ മൂലം നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ദുഃഖമല്ല നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്നത് ക്രിസ്തുവിന്റെ രക്തമാണ് നാം കഴുകിക്കളയുന്നത്. നമ്മൾ എങ്ങനെ വിശ്വസിക്കുമ്പോഴേ നമ്മൾ എന്തിൽ ആശ്രയിച്ചാ വിശ്വസിക്കുന്നത്? എന്തുവാ നാം വിശ്വസിക്കുന്നത്? നാം കർത്താവായ യേശു ക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അത് കർത്താവിന്റെ കാൽവറിയിലെ കംപ്ലീറ്റ് ആക്കപ്പെട്ട പ്രവൃത്തിയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പൊ നമ്മുടെ വിശ്വാസമാണ് ക്രിസ്തുവിന്റെ രക്തമാണ് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്നത് അല്ലെ. നമ്മുടെ ദുഃഖമല്ല നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുന്നത്. നമ്മൾ കരഞ്ഞതുകൊണ്ടോ ദുഃഖിച്ചത് കൊണ്ടോ അല്ല നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടുന്നത്. നമ്മളുടെ പാപങ്ങൾ കഴുകപ്പെടുന്ന ക്രിസ്തുവിന്റെ രക്തത്താലാണ്. ക്രിസ്തുവിന്റെ ആ കാൽവറി ക്രൂശിലെ കംപ്ലീറ്റ് ഇനി വേറൊരു യാഗത്തിന്റെ ആവശ്യമില്ല. ആ കംപ്ലീറ്റഡ് വർക്കാണ് അവിടെ അല്ലെ. അപ്പൊ ഫിനിഷ്ഡ് വർക്കാണ്. ആ ഫിനിഷ്ഡ് വർക്കിൽ നാം വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടുന്നത്. അല്ല നമ്മുടെ ദുഃഖം കൊണ്ടല്ല. നമ്മൾ കുറച്ച് കരഞ്ഞത് കൊണ്ടൊന്നും നമ്മുടെ പാപങ്ങൾ മാറത്തില്ല. പക്ഷെ ആ പാപങ്ങൾ മാറുവാൻ കാരണം ക്രിസ്തുവിന്റെ രക്തത്താലാണ്. ആ ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് നമ്മെ നീതിമാന്മാരല്ല ദൈവമക്കളാക്കി തീർത്തു എന്ന് നാം വിശ്വസിക്കുമ്പോഴാണ് നാം രക്ഷയിലേക്ക് വരുന്നത്. ആ രക്ഷയിലേക്ക്, ആ ദൈവഭക്ത പ്രകാരമുള്ള രക്ഷയിലേക്ക് തിരിക്കും. നമ്മുടെ ദുഃഖമല്ല രക്ഷയിലേക്ക് തിരിക്കുന്നത്, ക്രിസ്തുവിന്റെ രക്തത്താൽ ആണ് നാം രക്ഷയിലേക്ക്. നമ്മുടെ പാപങ്ങൾ കഴുകപ്പെടുകയും, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അത് വെള്ളയായി തീരുമെന്ന് പറഞ്ഞില്ലേ. എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെയായി തീരുമെന്ന് പറഞ്ഞു. എത്ര കടും ചുവപ്പായ പാപങ്ങളെയും ക്രിസ്തുവിന്റെ രക്തത്താലാണ്, അല്ലെങ്കിൽ നമ്മുടെ അനുതാപത്താൽ അല്ല. നമ്മുടെ അനുതാപം കൊണ്ട് ആവശ്യമുണ്ട് എങ്കിൽ തന്നെയും നമ്മൾ ദുഃഖിക്കുന്നതിലൊന്നും അല്ല, കർത്താവിന്റെ രക്തത്താലാണ് നമുക്ക് പൂർണ്ണമായ ആ ഒരു രക്ഷ സംഭവിക്കുന്നത്.
നമുക്ക് ഫസ്റ്റ് ജോൺ 1-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫസ്റ്റ് ജോൺ 1-ന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, വായിച്ചു വിടാം. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മെ ഇല്ലാതെ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. ഒരിക്കൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു, നമുക്ക് രക്ഷ പ്രാപിച്ചു എങ്കിലും ഓരോ ദിവസവും നാം രക്ഷയ്ക്കായി വളർന്നുകൊണ്ടേയിരിക്കുക. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ ലേഖനത്തിൽ നാം രക്ഷയ്ക്കായി വളരുവീൻ എന്ന് പറയുന്ന, ആ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതിനുവേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ലോകം നമ്മെ ആകർഷിക്കും. നാം ഇങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. ആ ലോകം നമ്മെ ആകർഷിക്കുക. പക്ഷെ നമ്മളത് മനസ്സിലാക്കുമ്പോൾ, അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ നാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അത് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരിക. അത് എല്ലാ ദിവസവും നമുക്ക് വേണം. നമ്മൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ. വലിയ പാപങ്ങളൊന്നും ചെയ്യത്തില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ സമയങ്ങൾ വേറെ കാര്യത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നവരാ അല്ലെ. ആ സമയം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് നമ്മളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാനൊക്കെ ദൈവം ആഗ്രഹിക്കുന്നു. ആ സമയം നമ്മൾ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ദൈവസന്നിധിയിലേക്ക് വീണ്ടും വരിക. തിരിച്ചു മാനസാന്തരപ്പെട്ട ദൈവത്തിലേക്ക് വീണ്ടും വരിക. നമ്മുടെ വീട്ടുകാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ ജോലി കാര്യങ്ങൾ ചെയ്യണം, അതെല്ലാം ചെയ്യണം. എങ്കിൽ തന്നെയും വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മീഡിയയിലേക്കൊന്നും നമ്മൾ അധികം പോകാതെ ദൈവസന്നിധിയിൽ വചനം വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുക. അതൊക്കെ ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നാം മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരും. ഇനി നമുക്ക് അവിടെ പറഞ്ഞ നമുക്ക് ദൈവഹിത പ്രകാരമുള്ള ദുഃഖത്തെ കുറിച്ചായിരുന്നല്ലോ നാം ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. ഇനി ലോകപ്രകാരമുള്ളത് ദുഃഖം അത് വ്യത്യസ്തമാണ്. അത് മരണത്തെ ഉളവാക്കുന്നതാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ലോകപ്രകാരമുള്ള ദുഃഖത്തിന് എക്സാമ്പിൾ നമുക്ക് യൂദയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ലോകപ്രകാരം താൻ ദുഃഖിച്ചു എങ്കിലും മരണമായിരുന്നു ഫലം. നമുക്കൊന്ന് വായിക്കാം. യൂദ ദുഃഖിച്ചോ? നമ്മൾ പലപ്പോഴും അത് പറയാറില്ലല്ലേ. യൂദ ദുഃഖിച്ചെന്നൊന്നും പറയാറില്ല. നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 27 3 4 വാക്യങ്ങൾ. 27-ന്റെ 3 4 5 വാക്യങ്ങൾ. അവനെ കേട്ടിരുന്നാ മതി. അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ അനുതപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു. 30 വെള്ളിക്കാശ് കൊടുത്തല്ലേ കർത്താവിനെ ഒറ്റിക്കൊടുത്തത്. തിരിച്ചു കൊണ്ടുവന്നു. യൂദ അത് എടുത്തില്ല. അപ്പം പുരോഹിതന്മാർ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് എന്തു, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. പുരോഹിതന്മാർക്കും വേണ്ട, യൂദയ്ക്കും വേണ്ട. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു ചെന്ന് കെട്ടി ഞാന്നു ചത്തുക. മനസ്സിലായോ? അപ്പം യൂദ അനുതപിച്ചു. 30 വെള്ളിക്കാശിനാണ്, ആ പൈസയോടുള്ള ആർത്തിക്കാണ് കർത്താവിനെ ഒറ്റിക്കൊടുത്തത്. അവൻ ദുഃഖിച്ചു. ആ പൈസയും അവന് വേണ്ടാന്ന് പറഞ്ഞു, മഹാപുരോഹിതന്മാർക്കും വേണ്ടാന്ന് പറഞ്ഞു, എറിഞ്ഞു കളഞ്ഞു. പക്ഷെ എന്താ ചെയ്യാഞ്ഞ്? പത്രോസ് അപ്പോസ്തലൻ ചെയ്ത പോലെ ഏറ്റുപറഞ്ഞ് സങ്കടപ്പെട്ടില്ല. പുറത്തിറങ്ങി പൊട്ടിക്കഴിഞ്ഞ പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവോട് ഉണ്ടായിരുന്നു. ഒന്ന് ഏറ്റുപറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? ഒന്ന് ഏറ്റുപറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. എന്തോ ചെയ്ത്? കെട്ടി ഞാന്ന് ചത്തു. അപ്പൊ യൂദയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്ന കുറ്റബോധം അത് മാനസാന്തരത്തിലേക്ക് നയിച്ചില്ല. അത് ലോകപ്രകാരമുള്ള ദുഃഖമാണ്. അത് മാനസാന്തരത്തിലേക്ക് നയിച്ചില്ല. ഇത്രയേ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും ഭേദമായിരുന്നു അത്രയൊന്ന് വായിക്കുന്നത് അല്ലേ? നമ്മൾ ആ ഒരു മനസ്സിലായി. യൂദ അനുഗമിച്ചു. പക്ഷെ അവനിൽ മാറ്റം വന്നില്ല. അല്ലെങ്കിൽ ഏറ്റു പറഞ്ഞ് അവൻ പാപപ്രവൃത്തികളെ വിട്ട് മാറിയില്ല. അവൻ പോയി കെട്ടിച്ചാങ്ങും ചത്തു. അപ്പം ലോകപ്രകാരമുള്ള ദുഃഖം, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം നമ്മൾ മാനസാന്തരത്തെ അനുസരണത്തെ ഉളവാക്കും. പക്ഷെ ലോകപ്രകാരമുള്ള ദുഃഖം എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഏതെങ്കിലും തരത്തിൽ നാം അത് വേദനിച്ചാല് നമ്മളിൽ നിന്ന് ഉളവാകുന്ന പകയും കയ്പും മാത്രമാണ് അല്ലെ? ഒരു ബിറ്റർനെസ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാ. ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ
അല്ലെങ്കിൽ നമുക്ക് നമ്മളെ വേദനിപ്പിച്ചാൽ നമ്മൾ ആ പകയും ദുഃഖവുമാണ് നമ്മളത് വെച്ചോണ്ടിരിക്കുന്നതെങ്കിൽ അത് ദൈവഹിത പ്രകാരമല്ല. നമ്മുടെ ചുറ്റും നമുക്കറിയാം. ചെറിയ കാര്യത്തിനെങ്കിലും എന്താ പറയുന്നെ, ആയുസ്സിന്റെ മുഴുവൻ ഭാഗത്തും ആ പകയും വെറുപ്പും വെച്ച് പുലർത്തുന്നവര് നമ്മുടെ ഇടയിലുണ്ട്. നമ്മളോടൊരു വകയും ഉണ്ടെങ്കിൽ പിന്നെ നമ്മളോട് മിണ്ടുന്നവരോട് മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാ. ഇത് സാധാരണ കാര്യമാ. അത് ലോകപ്രകാരമുള്ള ദുഃഖമാ. അത് മാനസാന്തരത്തില് ഒരു ചെറിയ കാര്യം മതി. ഒരു വാക്ക് തർക്കം മതി. അത് വലിയ കാര്യമൊന്നും വേണ്ട. ആ ഒരു വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ട് അത് തന്നെ മാനസാന്തരപ്പെടാൻ ക്ഷമിക്കാനുള്ള കഴിവില്ല. പിന്നെ എന്താ പറയുന്നത്, ക്ഷമിക്കാനുള്ള ഒരു മനസ്സില്ല. അത് ലോകപ്രകാരമുള്ള ദുഃഖമാണ്. ഇത് എപ്പോഴും പകയും ബിറ്റർനെസ്സും മാത്രമേ ഉള്ളൂ. കാരണം ദൈവഹിത പ്രകാരമാണെങ്കിൽ നമ്മളെല്ലാവരും ആരോടെങ്കിലും ദേഷിക്കുകയൊക്കെ ചെയ്യുന്നവരാ. പക്ഷെ അങ്ങനെയൊക്കെ നമുക്കറിയാം, ജോലിയില് പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെയൊക്കെ വരുമ്പഴേ നമ്മളിൽ ദൈവാത്മാവ് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ പോയി തെറ്റു പറഞ്ഞ് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പാപം ചെയ്ത് കഴിഞ്ഞാൽ ബോധ്യമായി കഴിഞ്ഞാൽ നമ്മൾ അവരോട് പോയി ഏറ്റുപറയുകയും ദൈവത്തോട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. അത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖമാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, എല്ലാവർക്കും ഉണ്ടാകാം. ആരും വിശുദ്ധരല്ല. വിശുദ്ധന്മാർ എന്ന് ദൈവം പ്രഖ്യാപിച്ചെങ്കിൽ നമ്മൾ ആരും വിശുദ്ധരല്ല. അപ്പൊ നമ്മളിലെല്ലാം ഉണ്ടാകും. പക്ഷെ നമ്മളത് മനസ്സിലായി കഴിഞ്ഞാൽ, തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഏറ്റുപറഞ്ഞ് സങ്കടപ്പെട്ട് ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യുക. നമുക്കറിയാം യേശാവും മറ്റൊരു ഉദാഹരണമാണ്. നമുക്ക് വായിക്കാം. യേശാവിന്റെ കാര്യത്തില് ഹീബ്രൂസ് 12ന്റെ 16ഉം 17ഉം. യേശാവിന്റെ കാര്യത്തിൽ തിരുവചനം നമ്മളോട് പറയുന്ന, നമ്മളെ അവിടെ വാൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. യേശാവിനെ പോലെ നമ്മൾ ആയിത്തീരരുതെന്നാ പറയുന്നത്. വായിക്കാം. എബ്രായർ 12ന്റെ 16ഉം 17ഉം. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. എന്താ ചെയ്തേ? ഒരു ഊണ്, ഒരു പായസം, വിശന്നിരുന്നു, ഒരു പായസം കുടിച്ചതേ ഉള്ളൂ അല്ലേ, വേറെ ഒന്നും ചെയ്തില്ല. പക്ഷെ അവിടെ ദൈവം പറയുന്നു നോക്കിയേ, അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എത്ര വലിയ ദുഃഖമാ! ജ്യേഷ്ഠാവകാശം, ആ ദൈവം കൊടുത്തൊരു അവകാശമാ, അത് തള്ളിക്കളഞ്ഞത് കൊണ്ട് അവൻ പിന്നത്തേതിൽ കരഞ്ഞിട്ടും മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് പറയുന്ന. അപ്പൊ നമ്മളോടുമുള്ള വാണിംഗ് ആണ്, നാമും അങ്ങനെ നമ്മളും അങ്ങനെ കുറ്റങ്ങൾ ചെയ്യരുതേ. പാപം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുക. തുടർന്ന് ലേഖനകർത്താവ് പറയുകയാണ്, നമ്മളെ എന്ത് പാപം ചെയ്താലും നമ്മെ ശുദ്ധീകരിക്കാൻ ദൈവത്തിന്റെ ആ കർത്താവിന്റെ രക്തം നമ്മോടുണ്ട്. നാം ഏറ്റുപറഞ്ഞ് സങ്കടപ്പെട്ടാൽ ഇപ്പോഴും നമ്മെ ശുദ്ധീകരിക്കാൻ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. പിതാവിന്റെ വലത്തുഭാഗത്ത് ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ഒരു പുത്രനുണ്ട്. വായിക്കാം. 24ഉം 25ഉം വാക്യങ്ങൾ. 24, 25. പുതിയ നമ്മൾ ആ പഴയ നിയമത്തിലല്ല, നാം പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന് ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനടുത്തേക്കാണല്ലോ വന്നിരിക്കുന്നത്. ഏത് പാപവും പോക്കാൻ യേശുവിന്റെ രക്തം മതിയായതാണ്. ഇവിടെ പുതിയ നിയമത്തിന് മതി. യേശുവിന് ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണപരമായി സംസാരിക്കുന്ന, ഹാബേലിന്റെ രക്തം വിശുദ്ധ രക്തമാണ്? ഒരിക്കലുമല്ല. പക്ഷെ അവിടെ ഒരു നീതിമാനായ ഒരു മനുഷ്യന്റെ രക്തമെന്നാണ് അവിടെ ഹാബേലിന്റെ രക്തത്തെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ കയ്യനും ഹാബേലും തമ്മില് വഴക്ക് ഉണ്ടാകുകയും കയ്യൻ ഹാബേലിനെ കൊല്ലുകയും ചെയ്തു. പക്ഷെ ആ നീതിമാനായ മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണെന്നൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ ആ ഒരു ഹാബേല് ദൈവത്തോട് അപേക്ഷിക്കുന്നെന്നാ അതിന്റെ അർത്ഥം അവിടെ പറയുന്നത്. അപ്പൊ ആ നീതിമാനായ ഹാബേലിന്റെ രക്തം പോലും അത് ഗുണകരമായ രക്തമല്ല, അതിനേക്കാൾ ഗുണകരം എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, എല്ലാ മനുഷ്യന്റെയും രക്തം പാപരക്തമാ അല്ലേ? എങ്ങനെയാ അതായിത്തീരുന്നത്? പാപം ചെയ്ത മനുഷ്യ ആദമിനാൽ എല്ലാവരും പാപികളായി തീർന്നു. അപ്പൊ എല്ലാവരുടെയും രക്തം, നമ്മുടെ രക്തവും ഹാബേലിന്റെ രക്തവും കയ്യിന്റെ രക്തവും എല്ലാം ഒരുപോലെയുള്ള രക്തമാ. അതൊന്നിനെയും വിശുദ്ധീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഹാബേലിനെ കുറിച്ച് പറയുന്നത്, നീതിമാനായ ഹാബേലിന് ദൈവം വിളിച്ചെങ്കിലും ആ ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായ രക്തത്തെ, അത് ഹാബേലിന്റെ രക്തമൊന്നും നമ്മളെ വിശുദ്ധീകരിക്കാനൊന്നും പോകുന്നില്ല. അപ്പം ഹാബേലിന്റെ ഇവിടെ നമ്മൾ പറയുമ്പോൾ തെറ്റ് പറയും. ഞാൻ പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു, ഹാബേലിന്റെ രക്തം വിശുദ്ധ രക്തമാണെന്നല്ല. ഹാബേലിന്റെ രക്തം വിശുദ്ധ രക്തമൊന്നും അല്ല. ഹാബേലിന്റെ രക്തവും കയ്യിന്റെ രക്തവും എല്ലാം ഒരുപോലെ. കാരണം പാപം ചെയ്തതിന്റെ ഫലമായിട്ടുള്ളത് അതെല്ലാം അല്ലേ. ഏകന്റെ പാപത്താൽ
അനേകർ പാപികൾ, ഏകന്റെ അനുസരണക്കേടിന് അനേകർ പാപികളായിരുന്നു. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരാശിയുടെയും രക്തം ഒരേ രക്തം തന്നെയാണ്. അത് വിശുദ്ധ രക്തമൊന്നുമല്ല. പക്ഷെ പറയണം, നീതിമാനായ ഒരു മനുഷ്യന്റെ വിളിയേക്കാളും, അല്ലെങ്കിൽ ഒരു മനുഷ്യനോട് നിങ്ങൾ അപേക്ഷിക്കുന്നതിനേക്കാളും ഗുണകരമായ ഒരു രക്തം, യേശു കർത്താവിന്റെ രക്തത്തിന്റെ ആണ്. നിങ്ങൾ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. കാരണം ആ പുണ്യാഹ രക്തത്തിനാണ് ഏത് പാപങ്ങളെയും, എത്ര കഠിനകരമായ പാപങ്ങളെയും കഴുകിക്കളയുവാനായിട്ട് കഴിയും. കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. 25, അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കൂ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. ഭൂമിയിലെ കാര്യം പറയുന്നത് ഹാബേലിനെ കുറിച്ചുള്ള, അല്ലെ ആ ഒരു വിശുദ്ധന്മാരെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ വിട്ടുമാറിയാൽ, നാം ദൈവത്തെ വിട്ടുമാറിയാൽ എത്ര അധികം ദുഃഖമാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ ഈ യേശാവിന്റെ കാര്യത്തിലാണെങ്കിൽ ഭൂമിയിലുള്ള അരുളി ചെയ്ത, അല്ലെ, അപ്പൊ അത്രയും വിട്ടുമാറിയെങ്കിൽ, അത്രയും ദുഃഖമുണ്ടെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്ത ദൈവജനം നമ്മോട് കൊണ്ട് ദൈവത്തിന്റെ മക്കളാണ് നാം. ആ ദൈവത്തെ നാം വിട്ടുമാറിയാൽ എത്രത്തോളം നമുക്ക് ദോഷം സംഭവിക്കാം. 28 വാക്യത്തിൽ പറഞ്ഞു, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നുണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറെ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഭക്തിയോടും ഭയത്തോടും കൂടെ ഉള്ളൊരു ജീവിതം നയിക്കുക, ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുക, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വാക്യം, ഒരു പോർഷൻ കൂടെ വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. 1 യോഹന്നാൻ 2-ന്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 2-ന്റെ 1. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഇത് ഒരു സഭയോടാ പറയുന്നത്, അല്ലെ, വിശുദ്ധരോടാ പറയുന്നത്, ദൈവമക്കളോടാ പറയുന്നത്. അപ്പൊ നമ്മളും പാപം ചെയ്യാം, നമ്മളോടുവാ പറയുന്നത്. നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമ്മുടെ പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാവുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിനും തന്നെ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയാം. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ അറിയാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ, അല്ലെ, പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പം ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ അനുസരിക്കുക, ദൈവവചനം അനുസരിച്ച് നടക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറയുന്ന ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നു. അവൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സങ്കടപ്പെട്ട് മാനസാന്തരത്തിലേക്ക് വരുന്നു. ഓക്കെ, ഇനി നമുക്ക് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം, അനുതാപം വരാത്ത അനുതാപം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് ഒരിക്കലും തോന്നത്തില്ല. കാരണം അത് ദൈവഹിത പ്രകാരമായതിനാൽ അത് നമ്മൾക്ക് മാറ്റം വരുവാനായിട്ട് ഇടയത്തിന്. പക്ഷെ ലോകത്തിന്റെ ദുഃഖം ഇതേപോലെ മരണത്തിന് കാരണമായി തീരുകയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത വാക്യം വായിക്കാം. അടുത്ത വാക്യം, ഓക്കെ, 11. ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളെ ജ്വലിപ്പിച്ചു. ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്ന് എല്ലാ വിധത്തിലും കാണിച്ചിരിക്കുന്നു. അപ്പം ദൈവഹിതപ്രകാരം നിങ്ങളുണ്ടായ ദുഃഖം, അപ്പം ദൈവഹിതപ്രകാരം ഉള്ള ദുഃഖം മൂലം കൊരിന്തിൽ മാനസാന്തരം ഉടയായി. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവഹിത പ്രകാരമുള്ള ദുഃഖമാണെങ്കിൽ അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നൊക്കെ ഫലങ്ങൾ ഉണ്ടാകും. നമ്മളെ ദൈവം ബാലശിക്ഷയിലൂടെ കടത്തിവിടും. ആ ബാലശിക്ഷകളെല്ലാം നമുക്ക് അല്പനേരം ദുഃഖമാണെങ്കിലും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഫലം ഉണ്ടാകുവാനാണ് ദൈവം നമ്മെ ബാലശിക്ഷകളിലൂടെ കടത്തിവിടുന്നത്. അപ്പൊ ഇവിടെയും ദൈവഹിത പ്രകാരം പൗലോസ് അപ്പോസ്തലൻ എഴുതിയത് അവരിൽ നിന്ന് മാറ്റങ്ങൾ ഉളവായി തീർന്നു. എന്തൊക്കെ ഫലങ്ങളാണ് അവരിൽ ഉളവാക്കി തീർന്നത്? നമുക്കൊന്ന് വായിക്കാം. 1, എത്ര ഉത്സാഹം, ഡിലിജൻസ്. ആ ഉത്സാഹം എന്താ അവരിൽ ഉണ്ടായത്? അവര് മാനസാന്തരത്തിന്റെ ആദ്യ ഫലമാണ്, ആദ്യ ഒരു പടിയാണ് ഉത്സാഹം എന്നുള്ളത്. ആ നീതി ചെയ്യാനുള്ള ഉത്സാഹം, പാപപ്രവൃത്തികളെ വിട്ടുകളഞ്ഞ് മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ പാപ സ്വഭാവങ്ങളോട് എതിരായി പോരാടാനുള്ള ഒരു മനോഭാവം അവരിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം എല്ലാ ദൈവിക കാര്യങ്ങൾക്കുള്ള ഉത്സാഹം ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം എഫെസോസ് സഭയെ കുറിച്ച് നമ്മൾ
എഫെസിലെ സോറി റെവലേഷനിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നത് നിങ്ങൾ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞെന്നൊരു കുറ്റം നിങ്ങളെ കുറിച്ച് കാണാനുണ്ടെന്ന് പറയുന്നത് എഫെസോസിലെ സഭയെ കുറിച്ച്. ആ എഫേസ്യ ലേഖനത്തിന് അവസാനം എഴുതുമ്പോൾ അവര് അത്യന്തം ദൈവിക സ്നേഹത്തിലായിരുന്നു നമുക്ക് വായിക്കാനായിട്ട് കഴിയും. പക്ഷെ തിരിച്ച് റെവലേഷൻ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ പറയും ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു. ആദ്യം ഒരു എരിവുണ്ടായിരുന്നു, അല്ലെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു, അവർ വിട്ട് കളഞ്ഞു. അപ്പൊ ദൈവത്തിലേക്ക് വരുമ്പോൾ ആദ്യമുള്ള ഉത്സാഹം അവസാനം വരെയും നിലനിൽക്കണം. നമ്മൾ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവരെ ഒരു വലിയൊരു പിന്നെ ആഘോഷത്തോടു കൂടിയാ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത്. പക്ഷെ വഴിക്ക് വെച്ച് അവരെ തണുത്തുപോയി. അതുകൊണ്ട് അവരെല്ലാവരും ആ കനാൻ നാട്ടിൽ എത്തിച്ചേരുവാനായിട്ട് ഇടയായതല്ല. അപ്പൊ ആദ്യത്തെ പോലെ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ സ്ഥിരതയോടെ ഓടാനുള്ളതാണ്. അതിന് ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല. അതിന് നേരെ സ്ഥിരതയോടെ ഓടിയാൽ മാത്രമേ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് എത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. അവിടെ ആ ഒരു ഉത്സാഹം, അവരിൽ ഒരു ഉത്സാഹം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ 2:7 നമ്മൾ വായിച്ചതാണല്ലോ. അത് വായിച്ച് മുമ്പോട്ട് നോക്കുക. അവരിൽ എരിവുണ്ടായി. അവർ പൗലോസ് അപ്പോസ്തലനെ കാണുവാനായിട്ട് ആഗ്രഹിച്ചു. അവർ പറയുന്നുണ്ട് അവന്റെ വരവിനാൽ മാത്രമല്ല അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസാലും കൂടെ നിങ്ങളുടെ വാഞ്ചിയും നിങ്ങളുടെ വിലാപം എനിക്കാണ് നിങ്ങളുടെ എരിവ് എന്ന് വെച്ചാൽ പൗലോസിനെ കാണുവാനായിട്ട് അവരെ ആഗ്രഹിച്ചു. വ്യത്യാസം വന്നു, അവരിലൊരു ഉത്സാഹം ഉണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി അടുത്തത് എത്ര പ്രതിവാദം എന്ന് പറഞ്ഞാൽ ക്ലീനിങ് യുവർ സെൽഫ്, അവര് മാറ്റം വന്നു, റിസ്റ്റോറിങ് യുവർ സെൽഫ് എന്ന് അവിടെ പറയുന്നത്. അപ്പൊ എന്താ പറയാ അവർ എടുത്ത ആ ഒരു തീരുമാനം പിന്നീട് ഉണ്ടാകാമാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അവരെ മാറുവാനായിട്ട്, അല്ലെ നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാല് നമ്മള് ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇനി അതിനോട്ട് പോകത്തില്ല എന്നുള്ളൊരു ചിന്ത, ഇനി വേറെ തെറ്റ് ചെയ്യത്തില്ല എന്ന് ഒരു ചിന്ത നമ്മൾ ഉണ്ടാകിയാല് ആ തെറ്റുകൾ മൂലം നമുക്ക് വരാമാകുന്ന എന്താ പറയുക ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്നൊക്കെ നമ്മളെ അത് മാറ്റുവാനായിട്ട് കഴിയും. ഇവിടെ എന്താ സംഭവിച്ചത്? നമുക്ക് 2 കൊരിന്ത്യർ 2:5, 6, 7 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് അവര് 1 കൊരിന്ത്യർ 5 കാര്യമാണല്ലോ അവിടെ നമ്മൾ 2 കൊരിന്ത്യർ 5-ലും 2 കൊരിന്ത്യർ 2-ലും പറയുന്നത്. അപ്പൊ ഒരുവൻ അവിടെ കുറ്റം ചെയ്തു. പക്ഷെ അവനെ കണ്ണടച്ചു, അവൻ ചെയ്ത പാപത്തെ അവർ കണ്ണടച്ചു. അതിനോട് എതിർത്ത് നിൽക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ എന്താ പറയുന്നത്, അതുപോലെ തന്നെ അവൻ ഓൾറെഡി അവര് ദുഃഖിപ്പിച്ചു. പക്ഷെ അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ തിരിച്ചു വരുവാൻ അവരെ തിരിച്ചു ചേർക്കാനായിട്ട് അവർ ആഗ്രഹിച്ചൊന്നുമില്ല. അപ്പം പൗലോസ് അവരോട് പറയുന്നുണ്ട് അവൻ ഇത്ര ദുഃഖം മതി, ഇനി നിങ്ങൾ അവനെ ദുഃഖിപ്പിക്കേണ്ട, അവരെ ചേർത്ത് കൊള്ളണം. അപ്പൊ അങ്ങനെ അവനെ ചേർത്ത് കൊണ്ടു കഴിഞ്ഞാല് അവന് പിന്നുണ്ടാകാവുന്ന ആ ദോഷത്തിൽ നിന്നും വീണ്ടെടുക്കാനായിട്ട് കഴിയും എന്ന് പറഞ്ഞ ഒരു റിസ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. ഇനി അതിന് മൂലം ഉണ്ടാകാവുന്ന പ്രശ്നത്തിൽ നിന്നും ഒരു മാറ്റം വരുവാനായിട്ട് കഴിയും. അത്രയേ ഉള്ളൂ. പ്രതിവാദം മലയാളം പറയുമ്പോൾ നമുക്ക് അത്ര ഇതില്ലേ, പ്രതിവാദം റിസ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. ഇനി അതിന്റെ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സിൽ നിന്നും അതിനെ വിടുവിക്കാനും മാറ്റം വരുവാനായിട്ട് കഴിയും. ഓക്കെ, ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോന്ന്. എന്നാലും ആ ഒരു തെറ്റിന്റെ ഫലമായി ഉണ്ടാകാവുന്ന ആ ഒരു ഫലത്തിൽ നിന്നും വിടുവിക്കാനായിട്ട് കഴിയും. ഓക്കെ, അതുകൊണ്ട് 2:5-6 കഴിഞ്ഞ വായിക്കാം. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവൻ എന്നെ തന്നെയല്ല, ഒരു വിധത്തിൽ ഞാൻ കണക്കിൽ എന്നെ ഏറെ പറയരുതല്ലോ, നിങ്ങളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ശിക്ഷ മതി. അവൻ അതിദുഃഖത്താൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുക, അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. അപ്പൊ അവര് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു അവനെ സഭയിൽ നിന്ന് പുറത്തു വിടാൻ പറഞ്ഞു. നമ്മൾ ആദ്യത്തെ 5:1-2-3 1 കൊരിന്ത്യർ 5:1-2-3 എടുക്കണ്ട, വാക്യങ്ങൾ പറയുന്നുണ്ട്. സാത്താനെ ഏൽപ്പിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അവര് സഭയിൽ നിന്ന് പുറത്താക്കി. പക്ഷെ അവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിച്ചില്ല. അവരോട് പറയും ഇത്രയും ശിക്ഷ മതി, ഇനി അവനെ തിരിച്ചു കൊണ്ടുപോകാം. അപ്പൊ അവന്റെ ദുഃഖം ഇനി എന്താ അവന്റെ പ്രതിവാദം പറ്റിയത്? അവൻ അതിദുഃഖത്താൽ മുങ്ങിപ്പോകാതിരിക്കാൻ നിങ്ങൾ അവനോട് ക്ഷമിക്കണം. അവൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവന്റെ ആ അതിദുഃഖം മാറുകയും അവൻ തിരിച്ചു വരികയും ചെയ്യും. അവന് അതിദുഃഖം വരികയാണെങ്കിൽ അവൻ നമ്മൾ അന്ന് പഠിച്ചതായിരുന്നല്ലോ, പൂർണ്ണമായും ദൈവത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇടയായി തരും. അത് വരാതിരിക്കാൻ ആ പ്രതിവാദം റിസ്റ്റോർ ചെയ്യുക അവനെ, അത്രയേ ഉള്ളൂ അവിടെ പറഞ്ഞത്. അപ്പൊ ആ മനുഷ്യനുണ്ടാകും ഇവര് ആ ഒരു ശിക്ഷ അല്ലെ ഒരു ശിക്ഷാ നടപടി എടുത്തത് മൂലം ആ കുറ്റം ചെയ്ത ആൾ മാനസാന്തരപ്പെട്ടെങ്കിലും അവര് തിരിച്ച് അവരോട് ചേർത്ത് കൊള്ളാത്തതിനാൽ അവന് വീണ്ടും ദുഃഖം ഉണ്ടാകി അവൻ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകാനും ഇടവരും. അത് ചെയ്യാതിരിക്കുക, അവനെ റിസ്റ്റോർ ചെയ്യുക, അതാണ് അവിടെ പറഞ്ഞത്. അപ്പം ഒരു വിഷയത്തിനായിരുന്നല്ലോ പൗലോസ് അപ്പോസ്തലൻ ലെറ്റർ എഴുതിയത്. അപ്പൊ അവര് അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് അവന് അതിദുഃഖം വരാതിരിക്കാൻ അവരെ ചേർത്തുകൊണ്ടു. അവന് സഭയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഇടയായി തീർന്നില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. ഓക്കെ, ഇനി അടുത്തത് കാണുന്നത് ഇൻഡിഗ്നേഷൻ, നീരസം.
നിങ്ങൾ എത്ര പ്രതിവാദം നീരസം എന്ന് പറഞ്ഞാൽ ഹോളി ആങ്കർ. നമുക്കറിയാം ഹോളി ആങ്കർ ഉള്ളവരാ നമ്മളെല്ലാവരും അല്ലെ. പാപം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പാപം ചെയ്യുന്നവരോടല്ലേ, ആരും നമ്മുടെ കൂടെ ഉള്ളവരാണല്ലേ, നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ, ദൈവഹിത പ്രകാരം അല്ലാത്ത കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലേ. സത്യവചനം നമ്മൾ പ്രസംഗമൊക്കെ കേൾക്കുന്നവരാ അല്ലെ. മറ്റു മീഡിയയിലൊക്കെ പ്രസംഗം കേൾക്കുമ്പം എന്തോ കർണരസമാകുമാറും ദൈവത്തിന് വിരോധമായുള്ളതും പറയുമ്പോൾ നമുക്ക് ശരിക്കും ദേഷ്യം വരും. അതെന്താ, ദൈവഹിത പ്രകാരമുള്ള ഒരു ദേഷ്യമാണ്. അത് ഹോളി ആങ്കർ എന്നാണ് അതിനെ പറയുന്നത്. അപ്പം റൈറ്റിയസ് ആങ്കർ, നീതിപരത്തിൽ പാപത്തിനെതിരെയുള്ള കോപം. അപ്പം ആ പാപം ചെയ്യുന്നതിനെതിരെയുള്ള കോപം. അപ്പം അതിനെന്താ വരുന്നത്, ആ ഒരു കോപം വരുന്നത് കൊണ്ട് നമ്മൾ അതിനെ എതിരണം. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും വേണം. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി, തെറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ തന്നെ എടുക്കാം, തെറ്റ് ചെയ്തതെന്ന് മനസ്സിലായി എങ്കിലും നമ്മൾ മാനസാന്തരപ്പെടാത്തതുകൊണ്ട് പിന്നെ നമ്മളത് മാനസാന്തരപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇച്ചിരി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു എന്ന് വിചാരിക്കില്ലയോ ഇല്ലേ നമ്മളെല്ലാവരും. അയ്യോ അത് ഇത്രയും കാലം ഞാൻ തുടർന്നു കൊണ്ടുപോയത് ശരിയല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ചിന്തയാണ് അവിടെ പറയുന്നത്. ഇൻഡിഗ്നേഷൻ, ഹോളി ആങ്കർ എന്ന് പറയുന്നത് നമുക്ക് റോമാലേഖനം 6:20, 21 വാക്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. നമുക്ക് ആ ഒരു നേരത്തെ മാനസാന്തരപ്പെട്ടില്ല എന്ന് നമ്മുടെ പാവ വഴികളെ ഓർത്ത് പിന്നെ ലജ്ജിക്കുവാനായിട്ട് ഇടയായി തീരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 6:20, 21. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതി, അതിനെക്കുറിച്ച് ബന്ധമല്ലെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അത് എന്തൊരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നു തന്നെ അതിന്റെ അവസാനം മരണമല്ലോ. നമുക്ക് പലപ്പോഴും നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പിന്നെ അത് നമ്മൾ കംപ്ലീറ്റ്ലി വിട്ട് കഴിഞ്ഞാൽ അയ്യോ നേരത്തെ ചെയ്യേണ്ടായിരുന്നുള്ള ഒരു ബോധം വരും അല്ലെ. അത് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് എത്ര ഭയം അവരില് ഫിയർ ഉണ്ടാകുവാനായിട്ട് കാരണമായി. ഇത് 2 തരത്തിലുള്ള അല്ലെ 3 തരത്തിലുള്ള ഭയമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന് ദൈവത്തോടുള്ള ഭയം അല്ലെ, ആ ഒരു ഭയം ഉണ്ടായി, പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു ഭയം അല്ലെ. ദൈവത്തോടുള്ള ഭയം എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹമാണ് കാണുന്നത്. കാരണം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ദൈവത്തിന് ദുഃഖം വരുമോ എന്നുള്ള ഒരു കാര്യം അല്ലെ, ആ ഒരു ദൈവത്തോടുള്ള ഭയം ഉണ്ടായി. അപ്പം ഈ വീണ്ടും ഇനി പാപത്തിൽ വീണു പോയാലുള്ള പരിണിത ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചുള്ള ഒരു ഭയം ഉണ്ടായി അല്ലെ. വീണ്ടും അതിൽ തന്നെ തുടർന്നു പോയാൽ അതിൽ നിന്ന് അനുഭവിക്കാമാകുന്ന ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചുള്ള ഒരു ഭയം. അതുപോലെ തന്നെ പാപത്തിനെതിരെ പ്രവർത്തിക്കാൻ തങ്ങൾ ബലഹീനരായി പോയോ എന്നുള്ളൊരു ഭയം. 3 തരത്തിലുള്ള ഭയം. ഒന്ന് ദൈവത്തോടുള്ള ഭയം, രണ്ടാമത് ഒന്നാമത് ദൈവത്തോടുള്ള ഭയം, രണ്ടാമത് ആ പാപം എതിരെ പോരാടാൻ വീണ്ടും പാപത്തിൽ വീണു പോയാല് അതിലുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായേക്കുമോ എന്നുള്ളൊരു ഭയം. അതുപോലെ തന്നെ പാപത്തിനെതിരെ പ്രവർത്തിക്കാൻ അവരിൽ ബലഹീനത ഉണ്ടാകുമോ എന്നുള്ള ഭയം. ഈ ഭയമെല്ലാം കാരണം തെറ്റ് ചെയ്തു, പക്ഷെ ഞങ്ങള് വീണ്ടും അതിലേക്ക് പോകാൻ ഇടയായി തീരുമോ എന്നുള്ള ഭയം ഉണ്ടാകുവാനായിട്ട് കാരണമായി തീരും. അപ്പൊ നമുക്കറിയാം ഒരു തെറ്റ് ചെയ്ത, നമുക്ക് പറയും എന്താ പറയുക, തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയും അല്ലേ. കാരണം ഒരു പാപം ചെയ്തു കഴിഞ്ഞാല് പിന്നെ വീണ്ടും നമ്മള് അതിന്റെ എഫക്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും പാപത്തിൽ പോകാതെ പിന്നെ അത് കാണുമ്പോഴേ നമുക്ക് പേടി വരും അല്ലേ. ആ ഒരു ഭയം, ആ പൂച്ചയുടെ കാര്യം ഓർത്താൽ മതി. ഓക്കെ, നമുക്ക് സത്യ ഉപദേശം, നമുക്ക് ഇങ്ങനെ പറയാം, സത്യ ഉപദേശം തെറ്റിപ്പോയാൽ ഉണ്ടാകുന്ന ഭയം, ആ ആഫ്റ്റർ എഫക്റ്റ്, ആ ദൈവത്തിന്റെ കോപം, ആ ഒരു ഭയമൊക്കെ ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. ഒന്ന് വായിക്കാം. 2 Corinthians 11:2, 3, 4 വാക്യങ്ങളില് പൗലോസ് അപ്പോസ്തലൻ അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിന്റെ എരിവോടെ എരിയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവര് സത്യവചനത്തിൽ നിന്ന് തെറ്റിപ്പോകുമോ ഒരു ഭയം പൗലോസിനും അവിടെ ഉണ്ടാകുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. 2 Corinthians 11:2, 3, 4 വാക്യങ്ങൾ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്നു ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പോരുന്നത് ആശ്ചര്യം. കാരണം സത്യവചനം പഠിച്ചിട്ടിരുന്ന സ്ഥലത്ത് കള്ള ഉപദേഷ്ടാക്കാൻ വരികയും വിരുദ്ധ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ട് അവർ മിണ്ടാതിരുന്നു.
എന്നിട്ട് നിങ്ങള് അവര് ഇനി അതിൽ നിന്ന് തെറ്റിപ്പോവോ, സത്യ ഉപദേശത്തിൽ തെറ്റിപ്പോകുമോ എന്നൊരു ഭയം. ഇത് തന്നെയാണ് സത്യ ഉപദേശത്തിൽ തെറ്റിപ്പോയാലുള്ള ഒരു ഭയം. ഓക്കെ, ഇനി എത്ര വാഞ്ച, നമുക്ക് ഈ വാക്യം കൊണ്ട് തീർക്കണം. എത്ര വാഞ്ച എന്ന് പറഞ്ഞാൽ ഡിസയർ, ലോങ്ങിങ്. ഇത് വായിച്ച ലോങ്ങിങ് എന്നാണല്ലോ അവിടെ വായിച്ചത്. അപ്പൊ എന്താ പറയുക, പാപപ്രവൃത്തികളെ ഒഴിവാക്കി വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം അവരിൽ ഉണ്ടായി. കാരണം ഇനിയും പാപം ചെയ്യാതെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പൊ കുറ്റം ചെയ്ത ആളോടെ ക്ഷമിച്ച് അവരോട് നിരന്നു കൊള്ളുവാനുള്ള ഒരു ആഗ്രഹം അവരിലുണ്ടായി. അപ്പം ദൈവികമായ വിശുദ്ധിയോടെ ജീവിക്കാനും പാപത്തോട് ഒഴിഞ്ഞു നിൽപ്പാനുള്ള ഒരു അതിയായ ആഗ്രഹമുണ്ട്. അപ്പം ദൈവികമായ ഭയത്തോടെ അല്ലെ വിശുദ്ധിയോടെ ജീവിപ്പാനും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനുള്ള ഒരു ആഗ്രഹം അവരിൽ ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നു. എത്ര വാഞ്ച, അവരിൽ ആ ഒരു ലോങ്ങിങ് ഉണ്ടായി, പാപത്തോട് നിൽപ്പാനും ദൈവിക വിശുദ്ധിയോടെ ജീവിക്കാനുമായിട്ടുള്ള. പത്രസപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന വായുവില്ലാത്ത പാൽ കുടിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ ബേജൻ പറഞ്ഞതുപോലെ വളരണം, ക്രിസ്തുവിൽ നാം വളരണം. വചനത്താലാണ് നാം വളരുന്നത്, ദൈവത്തിന്റെ ആത്മാവിനാലും ഒക്കെയാണ് നാം വളരുന്നത്. അപ്പം വായിക്കാം, 1 പത്രോസ് 2-ന്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്ക് അറിയാവുന്ന വാക്യമാണ്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന പായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അപ്പം വചനം എന്ന പാൽ കുടിച്ച് വളരണം. ഇപ്പോൾ ജനിച്ച ശിശുക്കൾ, സാധാരണ ശിശുക്കളും ഇപ്പോൾ ജനിച്ച ശിശുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ഒരു ലോകത്തിന്റെ ഒരു കളങ്കവും ഏറ്റാത്ത ശുദ്ധ ഹൃദയം, അല്ലേ? ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ വളരണമെങ്കിൽ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് വളരണം. അപ്പൊ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. ഇനി അടുത്തത്, എത്ര എരിവ്, സീൽ. ഗ്രീക്ക് വേർഡ് ഹോട്ട് എന്നാണ്. അപ്പൊ എന്താ, ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ ആ ക്രിസ്തുവിന്റെ എരിവോടുകൂടെ എരിയുന്ന ആ ഒരു സീലാണ്. കാരണം ദൈവത്തോടുള്ള, നിങ്ങൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുമോ എന്നുള്ള ഒരു ചിന്ത. അപ്പം ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടിയുള്ള എരിവിനെ കുറിച്ചാണ് ആ എരിവെന്ന് പറയുന്നത്. അപ്പൊ പാപത്തിനെതിരെ പോരാടാനുള്ള ഒരു എരിവ്. ഗലാത്യ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യഹൂദ മതത്തിലെ എന്റെ എരിവ് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറയുന്നുണ്ട്. അതെന്തുവായിരുന്നു യഹൂദ മതത്തിലെ എന്റെ എരിവ്? ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാനുള്ള എരിവ്. അതുപോലെ തന്നെ ക്രിസ്തുവിനെ എല്ലാവരും അംഗീകരിച്ചപ്പോൾ ആ ക്രിസ്ത്യാനികളെ പീഡിപ്പാനുണ്ടായ ഒരു എരിവ്, അല്ലെ? അത് നമുക്കൊന്ന് വായിക്കാം. ഗലാത്യർ 1:13-14. യഹൂദ മതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുദ്രിക്കുകയും ചെയ്തു. ആ ഒരു എരിവേറി എന്നുള്ള ആ സെയിം വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, സീല. അപ്പൊ ആ യഹൂദ മതത്തിലെ തന്റെ എരിവ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത്. പക്ഷെ ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ എരിവ് പൗലോസിന് പിന്നെയും തുടർന്നുകൊണ്ടേയിരുന്നു. അത് നിന്നില്ല. ക്രിസ്തുവിന് വേണ്ടി എരിയുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നിട്ട് ഇനി അടുത്തത്, എത്ര പ്രതികാരം, വിൻഡിക്കേഷൻ. പാപം ശിക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം, ഒരു മനോഭാവം. പാപത്തിന് എതിരെ കണ്ണടച്ച് കളയുന്ന ഒരു സ്വഭാവമല്ല, പാപം ശിക്ഷിക്കപ്പെടണം എന്നൊരു മനോഭാവം. നമുക്കറിയാം, പ്രതികാരം യഹോവയ്ക്കുള്ളതെന്നാണ് നാം വായിക്കുന്നത്. പക്ഷെ നമുക്ക് ന്യായപ്രമാണത്തിലെല്ലാം ഉണ്ട് പാപം ചെയ്താൽ അതിന് ശിക്ഷ ഉണ്ട് എന്നുള്ള കാരണം. ഇവിടെയും ആദ്യം നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവര് ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ വെച്ചേക്കുന്നു. അവര് പാപം കണ്ടിട്ട്, നമ്മള് വായിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്, മറ്റു പുസ്തകങ്ങളൊക്കെ പറയുന്നത്, അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രമാണി ആയിരുന്നായിരിക്കാം, അവിടുത്തെ ഒരു എൽഡർ ആയിരുന്നായിരിക്കാം, അവർക്ക് പേടി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ ഉയർന്ന നിലയിലുള്ളവരോട് പാപം ചെയ്താല് നമുക്കറിയാമല്ലോ, എല്ലാ ക്രിസ്തീയ സഭകൾ എല്ലാത്തിലും ഉള്ളതാ. വലിയവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല, അല്ലേ? കണ്ണടയ്ക്കുന്ന ഒരു സ്വഭാവം. ഇവിടെയാണ് അതും അവിടെ സംഭവിച്ചു. ഇത് തന്നെയാണ്. അവരെ ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കളെ നിങ്ങൾ മനസ്സിലല്ലോ എന്ന് പറയുന്നുണ്ട്. കാരണം അവർ പാപം ചെയ്തിട്ട് അതിനെ കണ്ണടച്ച് ആ രക്ഷ കൊടുക്കാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ അവരെ എതിർത്ത് പറയാനുള്ള ഒരു മനസ്സ് അവർക്ക് ഇല്ലായിരുന്നു. അപ്പം
പോളിന്റെ ഇതിന് ശേഷം അല്ലെ ലെറ്ററിന് ശേഷം ആ ആളിനെ അവിടെ നിന്ന് മാറ്റുവാനായിട്ട് ഇടയാക്കി തീർന്നു. നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 5ന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവരുടെ ആ മനോഭാവത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പെട്ടെന്ന് വായിച്ചു പോകാം. 2-3 മിനിറ്റ് മതി. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്ന ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനായി എങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തതിനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവ് നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ട ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കുകയാണ് പറഞ്ഞു. അപ്പൊ ആ സഭയിൽ നിന്ന് മാറ്റി നിർത്തണം, അല്ലെങ്കിൽ അവനെ അടിക്കണോ ഇടിക്കണമെന്നൊന്നും അല്ല പറഞ്ഞേ, മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് അവർ ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പം കർത്താവ് നമ്മെയും ഗുണീകരത്തിനായി ശിക്ഷിക്കുന്നു. ബാലശിക്ഷ ദൈവം നമ്മെയും നമ്മുടെ ഗുണത്തിന് വേണ്ടി ബാലശിക്ഷയിൽ ഏർപ്പെടുത്തുന്നു. അപ്പൊ ആ ഒരാള് ശിക്ഷിച്ചത് കുറ്റം ചെയ്തത് കൊണ്ട് ഒരു ശിക്ഷ കൊടുത്തു, തൽക്കാലം ഒരു ശിക്ഷ കൊടുത്തു, സഭയിൽ നിന്ന് മാറ്റി നിർത്തുക. മാനസാന്തരപ്പെട്ടപ്പോൾ തിരിച്ചടിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ദൈവവും നമ്മെ ശിക്ഷിക്കുന്നു. എബ്രായ ലേഖനം 12ന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വിടാം. എബ്രായ ലേഖനം നമ്മുടെ ഗുണത്തിനായി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഫലം നമ്മിൽ കാണുവാൻ വേണ്ടി ദൈവം നമുക്ക് ബാലശിക്ഷയിലൂടെ കടത്തിവിടുന്നു. ദൈവത്തിന് ഇഷ്ടമല്ല നമ്മളെ ശിക്ഷിക്കാൻ, പക്ഷെ നമ്മളിൽ ദൈവം ആഗ്രഹിക്കുന്ന ഫലം ദൈവം അതിൽ നിന്ന് ആഗ്രഹിക്കുന്നു. മകനെ 12ന്റെ 5 മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിക്കുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്ന് കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗടലന്മാരത്രേ. അപ്പൊ എന്നിട്ട് കർത്താവ് നമ്മെ ശിക്ഷിക്കും, നാം ബാലശിക്ഷയോടെ ദൈവത്തിന് പ്രസാദകരമുള്ള ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഫലം നമ്മളിൽ വരണം. അപ്പൊ ഇവിടെ തുടർന്നുള്ള ആ വാക്യത്തിന്റെ 2ാമത്തെ ഭാഗം പറഞ്ഞ് ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്ന് എല്ലാ വിധത്തിലും കാണിച്ചു. ഏത് കാര്യത്തില്? അപ്പൊ ആ ഒരു കുറ്റം ചെയ്ത മനുഷ്യൻ ആ ആളിന് സഭയിൽ നിന്ന് മാറ്റുവാൻ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കാനായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം നേരത്തെ അവർ കണ്ണടച്ചിരിക്കുകയായിരുന്നു. പാപം ചെയ്തതിനെ ഒന്നും അവനെ സ്വീകരിക്കുന്ന അവസ്ഥ അതൊന്നും മാറി അവർക്ക് മാനസാന്തരം വന്നു. അപ്പൊ പൗലോസിന്റെ ആ ലെറ്റർ മൂലം സത്യസന്ധമായ മാനസാന്തരത്തെ അവർ കാരണമാകുകയും പാപവഴികളെ വിടുകയും ചെയ്തു. അതുപോലെ അവരും അവർക്ക് തന്നെയും അവരെ കാണുന്നവർക്കും അത് മനസ്സിലായി തീർന്നു. ഞാൻ പറഞ്ഞ പോലെ അവരും ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പം പാപം ഏറ്റുപറഞ്ഞ് അത് മാനസാന്തരപ്പെടുന്ന അവസ്ഥ. അപ്പം വാക്കിൽ മാത്രമല്ല അവരുടെ പ്രവൃത്തിയിലും അത് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മളും അതുപോലെ തന്നെ നമ്മൾ വാക്കിൽ ഏറ്റുപറയുന്നു എന്ന് പറയുന്നതല്ല, നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലും അത് കാണുവാനായിട്ട് കഴിയാം. ദൈനംദിന ജീവിതത്തിൽ കർത്താവിന്റെ രക്തത്താൽ നാം കഴുകപ്പെട്ടവരായി തീർന്നേ ഒക്കത്തുള്ളൂ. ദൈവവചനവും കർത്താവിന്റെ രക്തവും പരിശുദ്ധാത്മാവും നമ്മെ ദിവസവും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവഹിത പ്രകാരമുള്ള നമുക്ക് ദുഃഖം വന്നെങ്കിലും അല്പസമയത്തേക്ക് മാത്രമുള്ള, പക്ഷെ അത് അനുതാപമില്ലാത്ത മാനസാന്തരത്തെ ഉളവാക്കുന്നു. പക്ഷെ ലോകത്തിന്റെ ദുഃഖമോ നമ്മൾ മരണത്തെ ഉളവാക്കുന്നു. അതുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യം, ദൈവഹിത പ്രകാരം നാം ദുഃഖിക്കേണ്ടി വന്നാലും അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ദൈവത്തിന്റെ അത്യന്ത സന്തോഷത്തിലേക്ക് നാം പോകുവാനായിട്ട് കാരണമായി തീരും. അതുകൊണ്ട് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം നമ്മളിൽ അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകപ്രകാരമുള്ള ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ഈ വാചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം